ഗൈസ്, അങ്ങനെ നമ്മുടെ വടയും ചായ എല്ലാം പോയി. ഇൻട്രോ. ഹലോ ഗൈസ്, വളരെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്ക് ഈ മുതലിന് കിട്ടിയിരിക്കുകയാണ് ഉണ്ണി വ്ളോഗ്സ്. നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരു റീൽ റിയാക്ഷൻ വീഡിയോ ആണ് ഇവർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം റീലൊക്കെ ഇവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ചുമ്മാ ഇങ്ങനെ ഇരുന്ന് റിയാക്ട് ചെയ്യുക. എന്തൊരു എളുപ്പമുള്ള പരിപാടിയാണ്. നിങ്ങളുടെ ചാനലായതുകൊണ്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ അല്ലേ? ഞങ്ങളെ അറിയാതിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇത് ഹെൽന, ഇത് അനന്തു, ഇവരുടെയാണ് ചാനൽ. അവിടെ വന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തിയാണ് ഈ ഇരിക്കുന്നത്, ദ റിയാക്ഷൻ കിങ് ഉണ്ണി. കേട്ട് കുറെ നാളായി വിളിച്ചിട്ട് ഇപ്പോഴാണ് വരാൻ വന്നത്. ഓക്കെ, ദ ഫസ്റ്റ് റീൽ. ചെറിയൊരു അനുഭവം പറയാം. എൻ്റെ ഈ കയ്യിലുള്ള സാർ പുള്ളി എന്ന് പറയുന്നത് എന്നെ ട്യൂഷൻ പഠിപ്പിച്ച മലയാള സാർ അടിച്ച് പൊട്ടിച്ചതാണ്. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഐഡന്റിഫിക്കേഷൻ മാർക്കാണ്. എൻ്റെ SSLC ബുക്കിലായാലും എൻ്റെ മറ്റേ കിട്ടിട്ടുണ്ടല്ലോ. ഐഡന്റിഫിക്കേഷൻ മാർക്കാണ്. അധ്യാപകരുമായിട്ട് ഇന്നും എനിക്കൊരു ആത്മബന്ധം അറ്റാച്ച്മെന്റും ഉണ്ട്. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏതെങ്കിലും പാട് കൊടുത്ത അധ്യാപകൻ, കടപ്പാട് എന്ന് പറയില്ല, അതിതാ. ഉടനെ തന്നെ ബാലാവകാശ കമ്മീഷനിലും മനുഷ്യാവകാശ കമ്മീഷനിലും ഒക്കെ പരാതി കൊടുക്കുന്ന രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും 10-9-8 വിളിച്ച് ഈ അധ്യാപകനെതിരെ നടപടി എടുക്കുന്നവരേക്കും സമരം ചെയ്യാൻ തയ്യാറാകുന്ന രക്ഷകർത്താക്കളാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ അവർക്ക് എല്ലാവരോടും എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമുക്ക് ചെറിയ ശിക്ഷകൾ അധ്യാപകർ കൊടുത്താൽ അതിനെ വലിയൊരു കുറ്റമായി കാണാതെ അതിനെ അംഗീകരിക്കാൻ വേണ്ടി തയ്യാറാവുക. ചിലപ്പോൾ ആ ഒരു ശിക്ഷയിലൂടെ അവർ നമ്മുടെ നാടിന് വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്ന ഒരു വിഭാഗമായി മാറുകയാണെങ്കിൽ അതായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. എന്ത് തോന്നുന്നു, പറയോ? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, ഇത് 90s അല്ല 80s കിഡ്സിന്റെ ഒരു കൈൻഡ് ഓഫ് നൊസ്റ്റാൾജിയാണ്. അധ്യാപകൻ 90s കിഡ്സിന് കുറേയൊക്കെ മനസ്സിലായി തുടങ്ങി. തല്ല് കിട്ടുക, അവിടെ നിന്ന് ഞാൻ നന്നാവുന്നു, ആ അധ്യാപകനുമായിട്ട് എനിക്കുള്ള ആത്മബന്ധമൊക്കെ. പക്ഷേ ഇതിൻ്റെ അകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൺസിഡർ ചെയ്യാത്ത, ഈ പറയുന്ന നൊസ്റ്റാൾജിയ ഉള്ള കുട്ടികൾ ബാക്കിയുള്ളവരുടെ കാര്യം ചിന്തിക്കുന്നില്ല. ക്ലാസ്സിൽ ഇപ്പോൾ ഒരു 19 പേരുണ്ടാവും, അതിൻ്റെ അകത്ത് 2-3 ആൾക്ക് നൊസ്റ്റാൾജി ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ളവർക്ക് ഉണ്ടാവുന്നത് അതൊന്നും ആയിരിക്കില്ല. കാരണം പലരും വീട്ടിൽ ചെന്നിട്ട് അതിലും കൂടുതൽ വാങ്ങുന്നവരും ഉണ്ടാവും. അപ്പോൾ ഓരോ കുട്ടികൾക്കും ഒരാൾ ഇവിടെ നിന്ന് നൊസ്റ്റാൾജി പറയുമ്പോൾ ബാക്കിയുള്ളവരുടെ വിഷമങ്ങൾ അവിടെ മാറ്റിക്കളയുക ചെയ്യുന്നത്. അത് മാത്രമല്ല, അയാൾക്കത് ഐഡന്റിഫിക്കേഷൻ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ പുള്ളിക്ക് എന്താ പറയുക, ബുദ്ധിയില്ലെന്ന് വേണമെന്ന് പറഞ്ഞാൽ, അതുപോലെ തിരിച്ചറിയുള്ള കഴിവില്ലെന്ന് വേണം പറയാൻ. കാരണം എൻ്റെ ചൈൽഡ്ഹുഡിൽ എന്നെ എൻ്റെ സാറോ അല്ലെ ടീച്ചേഴ്സ് അടിച്ചിട്ടുള്ളത് എനിക്കത് ഭയങ്കരമായിട്ട് ഓർത്തിരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഞാൻ എൻ്റെ കൂടെ പഠിച്ച പിള്ളേരുടെ പേര് പോലും അടി നിനക്ക് ഓർമ്മയുണ്ടല്ലോ. അടി കിട്ടിയതുകൊണ്ട് നീ നന്നായതല്ല, അത് ഇന്നും എൻ്റെ മനസ്സിൽ നെഗറ്റീവായിട്ടാ. ലൈക്ക് ഏറ്റവും കൂടുതൽ എന്നെ അഫക്റ്റ് ചെയ്തിട്ടുള്ളത് എൻ്റെ കോംപ്ലക്സസിനെ, അല്ലെങ്കിൽ എന്നിലുള്ള ഇൻഫീരിയറിറ്റി കോംപ്ലക്സസിനെ എല്ലാം ഏറ്റവും കൂടുതൽ ബൂസ്റ്റ് ചെയ്തിട്ടുള്ള ഇതാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എനിക്ക് അടി കിട്ടിയതിനേക്കാളും എനിക്ക് ഇതായത് പുള്ളിയുടെ കയ്യിൽ ആ പാട് കാണിക്കുന്നതാണ്. അത്രയും, അതായത് ഈ ഇത്രയും വയസ്സായിട്ടും അത് ആ പാട് അവിടെ ഉണ്ടെങ്കിൽ എന്ത് തല്ലാണ് കിട്ടിയിട്ടുള്ളത്. അതായത് പുള്ളി മാഷിനെ കാണുമ്പോ ഇങ്ങനെയാ, മാഷേ കണ്ടോ കടപ്പാട്, ഞാൻ കയ്യിൽ ഇപ്പോഴും ഉണ്ട്, ഇതാണ് ആ രേഖ, അത് കാണിച്ചു കൊടുക്കുക. മറ്റേ അല്ല, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും വൻ ശോകാവസ്ഥ തന്നെയാണ്. മറ്റേതെന്നൊക്കെ പറഞ്ഞാൽ അധ്യാപകർ ചെറുതായിട്ടൊരു ശിക്ഷ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇതൊരു എന്താ പറയുക ഇമ്പോസിഷൻ എഴുതുക, അത് അന്നത്തെ രീതിയുമാണ്. അത് പിന്നെ അണ്ടർസ്റ്റുഡ് ആണ് ഇത് എന്താണ് സംഭവം പുള്ളി കാണിച്ചുകൊണ്ടിടങ്ങുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. പുള്ളിക്ക് അതൊരു മാർക്ക് കിട്ടി, മറ്റേ ഐഡന്റിഫിക്കേഷൻ മാർക്ക്, SLC ബുക്കിലൊക്കെ കിട്ടുന്ന. കഷ്ടമുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇത്ര ഒരു മറുക് കാണിക്കുക, ഇത്ര ദാരിദ്ര്യമാണ്, മറുകില്ലാത്ത മനുഷ്യൻ. പക്ഷേ ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ പറഞ്ഞ പോലെ, ആനന്ദം പറഞ്ഞ പോലെ, ഈ പറഞ്ഞ ക്ലാസ് റൂമിൽ 50 പിള്ളേർ തല്ലുകൊള്ളുമ്പോൾ ഈ SIO CO ആയിട്ടുള്ള ഈ മനുഷ്യനെ മാത്രമേ പുള്ളി കാണുന്നുള്ളൂ. അതേ ക്ലാസ്സിൽ ഈ ഒരൊറ്റ അടി കിട്ടിയതിൻ്റെ പേരിൽ പഠിത്തം നിർത്തിപ്പോയ 4-5 പേരുണ്ടാവും. ആ ക്ലാസ്സിൽ ഇനി അടുത്ത ക്ലാസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് പഠിത്തത്തിൽ ഉഴപ്പാൻ തുടങ്ങിയ, പേടിക്കാൻ തുടങ്ങിയ. അല്ല, പേടിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരു സംശയം ചോദിക്കാൻ എനിക്കുണ്ടായിരുന്നു, സംശയം ചോദിക്കാൻ പേടിയായിരുന്നു ടീച്ചേഴ്സിനോട്. എനിക്ക് പറ്റിയിട്ടുള്ള എൻ്റെ മാത്സ് മിസ് പിച്ചുമായിരുന്നു, ലൈക്ക് നഖം കൊണ്ട് പിച്ചി തൊലിയെടുക്കുമായിരുന്നു. അതിന്റെ ഇതില്ലേ സ്കെയിൽ കൂട്ടിപ്പിടിച്ച് ആൾക്കാരുണ്ട്, കോമ്പസിന്റെ സൂചി കുത്തിപ്പിടിച്ച് നുള്ളി തൊലിയെടുക്കുന്ന ആളുകളുണ്ട്. ഈ പുള്ളിക്കാരിക്ക് നല്ല നഖമാണ്, അതിന്റെ ഇടയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഞെരുക്കി എൻ്റെ കൈയെല്ലാം ഇങ്ങനെ മുറിവായിരുന്നു. ആ പുള്ളിക്കാരിയുടെ ക്ലാസ്സിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചാടാൻ നോക്കും. അതിനുവേണ്ടി എനിക്ക് ഇല്ലാത്ത കഴിവുകളൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് ഞാൻ പരിപാടികൾക്ക് പോകാം. എന്തിനാ, ജസ്റ്റ് ഈ മാത്സ് ക്ലാസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി. പക്ഷെ എനിക്ക് പറ്റുന്നില്ല, അങ്ങനെ എൻ്റെ മാത്സിൻ്റെ മാർക്ക് കുറയും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മാർക്ക് കിട്ടുമ്പോൾ നമ്മുടെ തോളത്ത് കിട്ടിയിട്ട് എന്താ ഞാനെന്ത് തല്ലിയിട്ട് ഗുണമൊക്കെ കണ്ടില്ലേ, ഇതുണ്ടായിട്ടുണ്ട്. എനിക്ക് ഉണ്ടായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ അധ്യാപകരല്ല, ചില അധ്യാപകരെന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ മുൻകൂട്ടി പാഠപുസ്തകം വായിച്ചിട്ട്
ക്ലാസ്സിൽ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്നിരിക്കുമ്പോൾ ഫിസിക്സ് പഠിപ്പിച്ച സാർ നമുക്കറിയാം. അപ്പോൾ പുള്ളി എന്താ നമ്മുടെ അടുത്തൊരു ചോദ്യം ചോദിക്കുന്നു, നമ്മൾ അല്ലെങ്കിൽ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ മുൻകൂറായിട്ട് ഉത്തരം പറഞ്ഞാൽ പുള്ളിക്ക് സന്തോഷമാണ്. അതേസമയം ബയോളജി ക്ലാസ്സിൽ ഞാൻ ഇതുപോലെ ചെയ്തപ്പം പുള്ളി പറഞ്ഞുകൊണ്ട് വരുന്ന സംഭവത്തിൻ്റെ ഉത്തരം ഞാൻ മുൻകൂട്ടി പറഞ്ഞു. പുള്ളി എന്നെ എണീപ്പിച്ചെടുത്തി തല്ലി. കാരണം അങ്ങേർക്കത് പറയാനുള്ള ഓപ്പർച്യൂണിറ്റി ഞാൻ കളഞ്ഞു, അതിൻ്റെ പേരിൽ എന്നെ തല്ലി. അപ്പോൾ അവിടെ നിന്ന് അപ്പോൾ പിന്നെ ഞാൻ ഭയങ്കര കോൺഷ്യസ് ആവാൻ തുടങ്ങി. ഓക്കെ, പ്രശ്നങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, ഈ തല്ല് കിട്ടുന്ന കുട്ടികളിൽ എന്താ കുറേ പേര് വീട്ടിലൊക്കെ ട്രോമ അനുഭവിച്ചിട്ട് വരുന്നവരുണ്ട്. അവർക്ക് ഒന്ന് വാ തുറന്ന് പറയാൻ പറ്റില്ലല്ലോ, അതും ഒക്കെ പ്രശ്നങ്ങളാണ്. ഇവിടെയും തല്ലാണ്, അവിടെയും തല്ലാണ്. സോ ഇറ്റ്സ് പണ്ട് ഉള്ളൊരു വിശ്വാസമാണ് മാക്സിമം കൊടുത്താലേ അവർ മാക്സിമം നന്നാവത്തുള്ളൂ. അത് മാറ്റണം. തല്ല് കിട്ടിയില്ലെങ്കിൽ കമ്മീഷണർ ആവേണ്ട മനുഷ്യനാണ് ഈ തല്ല് കിട്ടിയിട്ട് CI റാങ്കിൽ ജീവിക്കുന്നേ. പുള്ളിക്ക് അത് മനസ്സിലായില്ല. പുള്ളിക്ക് 2 അടി കിട്ടിയില്ലായിരുന്നെങ്കിൽ പുള്ളി ചിലപ്പോൾ വേറെ വലിയ നിലയിലെത്തേണ്ടതായിരുന്നു. ആ ട്യൂഷൻ സാറ് പറഞ്ഞ അടിയും കൊണ്ട് പുള്ളി ഇങ്ങനെ ജീവിതം ചുരുക്കി. ഭയങ്കര കഷ്ടപ്പാടാണ് പുള്ളിയുടെ കാര്യം. അതേപോലെ തന്നെ പുള്ളി 1098 കുറിച്ചൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഈ ചൈൽഡ് ലൈൻ നമ്പറൊക്കെ പിള്ളേർക്ക് കൊടുത്തിട്ട് എല്ലാവരും ഉപയോഗിക്കണം, ഇത് മനസ്സിലാക്കണം, നിങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കണം എന്നൊക്കെ കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്ന, എല്ലാ സ്കൂളുകളിലും പോസ്റ്റർ ഒട്ടിച്ച് കൊടുക്കുന്ന ആ സാധനത്തിനെയൊക്കെ പുള്ളി ഈ ചുമ്മാ ഒന്ന് തല്ലിയപ്പോഴേക്കും 1098 വിളിച്ചു. അപ്പോൾ ചുമ്മാ ഒരു പ്രായമായ ആൾ ഞോണ്ടി എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് 1098 ഒരു കുട്ടി വിളിക്കുന്നത്? ചുമ്മാ ഒരാൾ നോക്കി പേടിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി എന്തിനാണ് വിളിക്കുന്നത്? കുട്ടിക്ക് അസഹനീയമായ കുട്ടിയുടെ മാനസികാവസ്ഥയെ, ശാരീരികാവസ്ഥയെ ചോദ്യം ചെയ്യുന്ന ഏത് തരം സാഹചര്യം ഉണ്ടായാലും അതിനെതിരെ സംസാരിക്കേണ്ടത്, അതിനെതിരെ വർക്ക് ചെയ്യേണ്ടത് സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പോലീസുകാരൻ ഇത്രയും വെളിവുകേട് വിളിച്ചു പറയാമെന്ന് പറയുന്നത് അക്ഷന്തവ്യമായ തെറ്റാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഭയങ്കരമുള്ള മലയാളമാണ്, അത് ഞാൻ പറയില്ല. പക്ഷേ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാം. ഇനി ആ കുട്ടിക്ക് അത് അറിയില്ലെങ്കിൽ പോലും, ഇവൻ അത് മണ്ടത്തരമാണെങ്കിൽ പോലും അവൻ വിളിക്കട്ടെ. അവൻ വിളിക്കുമ്പോൾ അവനവിടെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നൊരാളുണ്ട്, അതിനെക്കുറിച്ച് അറിവുള്ള ഒരാൾ അവിടെ ഇരിപ്പുണ്ട്. ആ കുട്ടി വിളിച്ച് കഴിയുമ്പോൾ എനിക്കിങ്ങനൊരു സംശയമുണ്ട്, എനിക്ക് നടന്ന സംഭവം ഇതാണ്, അത് കുട്ടിക്ക് സംസാരിക്കാൻ പറ്റണം. അങ്ങനെ ഒരു സ്പേസ് അവിടെ വേണം. അതിനാണ് അങ്ങനെ ഒരു നമ്പർ, ഒരു ചൈൽഡ് ലൈൻ ഹെൽപ്പ് നമ്പറും ഒക്കെ ഉള്ളത്, ഹെൽപ്പ് ലൈനൊക്കെ ഉള്ളത്. അല്ല, ഇതിൻ്റെ അടുത്തൊരു സ്റ്റേജും കൂടിയുണ്ട്. പുള്ളി ഇതുവരെ ഡീൽ ചെയ്തിട്ടുള്ള കേസുകളും ആ കേസുകളിൽ വന്നിട്ടുള്ള പ്രതികളും അവരുടെ ആരോഗ്യാവസ്ഥ പുള്ളിയുടെ കയ്യിൽ കിട്ടുന്നതിന് മുമ്പും ശേഷവും എന്ന് പറഞ്ഞാൽ നമ്മളൊരു വലിയ സ്റ്റഡി തന്നെ നടത്തേണ്ടതുണ്ട്. കാരണം ചെറിയ പ്രായത്തിൽ കൈക്ക് തൊള വീഴുന്ന അടി കിട്ടിയാലേ നന്നാവൂ എന്ന് പറയുന്ന ആൾ ഇപ്പോൾ മുതിർന്ന ഒരു 18-20 വയസ്സ് പ്രായമുള്ള ഒരു യുവാവ് ഒരു കുറ്റകൃത്യം ചെയ്ത് പുള്ളിയുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി എവിടെയൊക്കെ തൊളയിടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ എങ്ങനെ ഉപദ്രവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നിന്നെ അന്ന് തല്ലിയില്ലല്ലോ, ഇനി ഞാൻ തല്ലി നന്നാക്കാം എന്ന് ചിന്തിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ അത്രയും ക്രൂരമായ ഒരു 3rd റേറ്റ് മുറകളിലേക്ക്, കാര്യം പുള്ളി ഡീൽ ചെയ്തിട്ടുള്ള ഇതാണ്. പുള്ളിക്ക് നന്നാവണമെങ്കിൽ ഇത്ര അടി കിട്ടണം, അപ്പം വേറൊരാൾ നന്നാവാൻ ഇതിൽ കൂടുതൽ കൊടുക്കണമെന്ന് പുള്ളിയും വിചാരിക്കും. അപ്പോൾ അത്തരം ഡേഞ്ചറസ് സാഹചര്യങ്ങളും കൂടിയുണ്ട്. അതെല്ലാം ഒന്ന് സ്റ്റേറ്റ് ഈ വീഡിയോ ഒക്കെ പരിഗണിക്കണമെന്നാണ്. അത് കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇച്ചുവിനെ ഇവിടെ കൊണ്ടു നിർത്തിയില്ലേ അവനെ പഠിപ്പിക്കാനായിട്ട്. അപ്പം ഞാൻ അവൻ്റെ കാര്യത്തിൽ ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് ആവാൻ നോക്കുക. ഓക്കെ, എല്ലാ കാര്യങ്ങളിലും ഇച്ചു അങ്ങനെ പറ ഇങ്ങനെ പറ. ഇച്ചു ഞങ്ങളുടെ 3 ഇപ്പൊ എത്ര അങ്ങനെ 6 വയസ്സുള്ള ഞങ്ങളുടെ നീസാണ്, അല്ല നെഫ്യൂ ആണ്, നീസല്ല നെഫ്യൂ ആണ്. അപ്പോൾ അവനെ ഞാൻ കുറെ കണ്ട് ഞാൻ അനന്തുവിൻ്റെ അടുക്ക പറയാം, ഞാൻ എന്താ അനന്തുട്ടെ, ഞാൻ എന്താണോ ആകരുതെന്ന് ആഗ്രഹിച്ചത് അതുപോലെ അവനോട് പെരുമാറുന്നതെന്ന്. അതെനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. എനിക്ക് കിട്ടിയതൊക്കെ ഞാൻ അവനെ തിരിച്ചു കൊടുക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. പുള്ളി അത് തിരിച്ചു കൊടുക്കും. പുള്ളിക്ക് കിട്ടിയിട്ടുള്ള പാടുകൾ പുള്ളി തിരിച്ചു കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അതിനൊക്കെ എത്രയും പെട്ടെന്ന് നടപടി എടുക്കുകയാണ് വേണ്ടത്. എന്തായാലും ഒന്നുകിൽ പുള്ളി ഒരു ചാക്കോമാഷാണ്, അല്ലെങ്കിൽ ഒരു നൊസ്റ്റോ കൊണ്ടുനടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം നന്നാവട്ടെ, എല്ലാം ശരിയാവും. അവിടെ ഇരുന്ന പിള്ളേരുടെ അവസ്ഥയാണ്. നെക്സ്റ്റ്, ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടക്കുന്ന ജില്ല ഏതാണെന്നറിയോ? നമ്മൾ വിചാരിക്കും മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടക്കണമെന്ന് വിചാരിക്കില്ലേ? കോഴിക്കോടാണെന്ന് വിചാരിക്കും, കണ്ണൂരാണ്, പിന്നെ മുസ്ലിങ്ങളുള്ളത് കാസർഗോഡ് കണ്ണൂരൊക്കെ അല്ലേ? അല്ല, ഏറ്റവും കൂടുതൽ വിവാഹമോചനങ്ങൾ മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ, മതമില്ലാത്തവർ, ഇവർക്കൊക്കെ ഇടയിലുള്ള മൊത്തം കണക്കാ പറയുന്നത് ഏത് ജില്ലയെന്ന് പറയുന്നത്? അത് കേരളത്തിലെ ഏറ്റവും ഡെവലപ്ഡ് ആയ ജില്ലയായി എറണാകുളം ജില്ലയിലാണ്. 2ാം സ്ഥാനം തിരുവനന്തപുരത്തിനാണ്, 3ാം സ്ഥാനം കൊല്ലത്തിനാണ്. മലപ്പുറം പറഞ്ഞില്ല. എന്താ കാരണം? വിദ്യാഭ്യാസം. എറണാകുളത്തെ ജീവിത രീതി ഞാനോട് പറയണ്ടല്ലോ. എറണാകുളത്തിന്റെ കൈകുത്തിയാ നടക്കണം ഡെവലപ്ഡ് എന്ന് നമ്മൾ പറയുന്നു. പിന്നെ സിറ്റി എന്ന് പറയുന്നത് അവസ്ഥയാണ് പറയുന്നത്. അപ്പോൾ മനുഷ്യൻ പുരോഗമിക്കുമ്പോൾ മനുഷ്യന്റെ കൂടെ പുരോഗമിക്കേണ്ട കുടുംബ വ്യവസ്ഥ താറുമാറായിക്കൊണ്ടിരിക്കുന്നു എന്ന കണക്ക്. അതായത് മറ്റേ ഈ മതം വിശ്വസിച്ച് ജീവിക്കുന്ന ഇണയെ മാത്രം തപ്പിയെടുക്കുന്ന എന്തോ ആപ്പ്, അത് അവരുടെ പരിപാടി, അത് എന്തായിക്കോട്ടെ. പക്ഷേ പുള്ളി പറഞ്ഞതിൽ
പ്രശ്നം എവിടെ ഇരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് എറണാകുളത്ത്, എന്തുകൊണ്ട് തിരുവനന്തപുരത്ത്, എന്തുകൊണ്ട് കൊല്ലത്ത് എന്ന് പറയുന്ന ചോദ്യത്തിലേക്ക് കടക്കുമ്പോൾ വിദ്യാഭ്യാസമുള്ളത് കൊണ്ട്, വിവരമുള്ളത് കൊണ്ട് നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നത് ബുദ്ധിമുട്ടാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ഈ നാട്ടുകാർ ചില പിശാചുക്കളും ബന്ധുക്കളെന്ന് അവകാശപ്പെടുന്ന മറ്റ് ചില പിശാചുക്കളും മക്കളെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കടിച്ചു പിടിച്ച് ജീവിക്കണം എന്ന് പറയുന്ന ദുരന്ത ഉപദേശങ്ങൾ നൽകാത്തതുകൊണ്ട് എൻ്റെ കൂടെ ഒത്തുപോവില്ല എന്ന് എനിക്ക് തോന്നുന്ന, അല്ലെങ്കിൽ ഇപ്പം എൻ്റെ കൂടെ ഒത്തുപോകാൻ പറ്റില്ല എന്ന് തിരിച്ചറിയുന്ന ഒരാൾക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ടാവാനും ആ ചിന്ത കൂടുതൽ പരസ്പരം സംസാരിക്കാനും അതിനുശേഷം അതൊരു ഡിവോഴ്സിലേക്ക് എത്തിക്കാനും, ഐ മീൻ നമുക്ക് പിരിയാം എന്ന് പറയാനുള്ള ഒരു സ്പേസ് അവിടെ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് കൂടിയായിരിക്കാം എറണാകുളത്തും തിരുവനന്തപുരത്തും ഒക്കെ ഇങ്ങനെ ഡിവോഴ്സ് പെർസെൻറ്റേജ് കൂടുന്നത്. മലപ്പുറത്ത് ഡിവോഴ്സ് പെർസെൻറ്റേജ് കുറഞ്ഞിരിക്കുന്നത് ഈ വിദ്യാഭ്യാസ കുറവ് കൊണ്ടാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെ അടിസ്ഥാനമൊന്നുമല്ല. വലിയ വലിയ ഡോക്ടറേറ്റ് കിട്ടിയിട്ട് വെളിവേട് വിളിച്ച് പറയുന്ന ആളുകളുണ്ട്. സംഭവം ഒരു സോഷ്യലുള്ളൊരു പ്രഷർ. ഇപ്പോൾ എറണാകുളത്ത് ഞാൻ താമസിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഈ അയൽക്കാരൊക്കെ വന്ന് ഇടപെടുമ്പോൾ എനിക്ക് പറയാനുള്ളൊരു സ്പേസ് ഉണ്ട്. അതെ, നിങ്ങളിതിൽ വലിയ കാര്യമായിട്ട് ഇടപെടേണ്ട, ഇതെൻ്റെ ലൈഫാണ്. പക്ഷേ ചിലപ്പോൾ ഇദ്ദേഹം പറയുന്ന ഡിവോഴ്സ് കുറവുള്ള സ്ഥലത്ത് സാമുദായികമായിട്ടുള്ള പ്രഷർ, സാമൂഹികമായിട്ടുള്ള പ്രഷർ, നാട്ടുകാർ പിശാചുക്കളൊക്കെ അവനവൻ്റെ ജീവിതത്തിൽ കയറി ഇടപെടുന്നതിൻ്റെ പ്രഷർ, ഇതൊക്കെ ഉണ്ടാവും. ഒരു കല്യാണം കഴിക്കണമെങ്കിലും ഡിവോഴ്സ് ആവണമെങ്കിലും ഒരു 10-20 വയസ്സായ ആൾക്കാരൊക്കെ വട്ടം കൂടി ഇരുന്ന് ചർച്ച ചെയ്തിട്ട് അവർ തീരുമാനിക്കും നമ്മൾ ജീവിച്ചോണം എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ എന്തായാലും കൊള്ളാം. ഇത് നമ്മൾ എന്താ പറയുക, ഒരു അപമാനമായി കാണേണ്ട കാര്യമൊന്നുമല്ല. എറണാകുളത്ത് ഡിവോഴ്സ് കൂടുന്നത് എറണാകുളത്തിൻ്റെ അപമാനമൊന്നുമല്ല. അവിടെ കുറച്ച് വിവരം വിദ്യാഭ്യാസം ഉള്ളതും സ്വന്തം ജീവിതത്തെക്കുറിച്ച് തീരുമാനം എടുക്കാൻ കഴിവുള്ളവരുള്ളതുകൊണ്ട് ആളുകൾക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ളതുകൊണ്ടാണ്. ഒന്ന് പിന്നെ ലോകം കൂടുതൽ ആൾക്കാരെ അറിയാനും പരിചയപ്പെടാനും കഴിയും. ഈ പറഞ്ഞ മറ്റ് നാടുകളിൽ അവർ വീട്ടിൽ നിന്ന് പോലും പുറത്തിറങ്ങുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ ഗേൾസിന് അല്ലെ ലേഡീസിന് ഓപ്പർച്യൂണിറ്റി കൊടുക്കണില്ല. അതായത് കൂടുതൽ അറിവ് നേടാനോ, അതായത് അവരെപ്പോഴും ആരുടെയെങ്കിലുമൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയാനുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ളൂ ആ സൈഡിലൊക്കെ കൂടുതലും. അതും ഒരു കാരണമാണ്. കാരണം ഇവർ ഇതിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വീട്ടുകാർ സ്വീകരിക്കില്ല എന്നുണ്ടെങ്കിൽ എന്ത് വന്നാലും കടിച്ചു പിടിച്ച് നിൽക്കേണ്ടി വരും എന്നുള്ള ഒരു സാധനമുണ്ട്. ഒന്ന് വിട്ടുപോരാൻ പറ്റില്ല. നമ്മൾ ഈ പറയുന്നത് ഡിവോഴ്സിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊന്നല്ല കേട്ടോ. നമ്മൾ പറയുന്നത് വിവാഹ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇതിനകത്ത് പ്രോബ്ലംസ് ഉണ്ടെന്ന് തിരിച്ചറിയുകയും അവിടുന്ന് ഇറങ്ങിപ്പോരാൻ പറ്റുക എന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നുള്ളതാണ്. അല്ലാതെ ഇവിടെ തോന്നിയത് നമുക്ക് എനിക്ക് കാണാൻ കഴിക്കുന്നത് ഡിവോഴ്സ് ചെയ്യുന്നു ഇതൊന്നും അല്ല നമ്മളിവിടെ പറയുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. കാരണം മാരീഡ് ലൈഫിൽ പ്രോബ്ലംസ് വരാം. അത് യോജിച്ച ഒരാളല്ല പാർട്ട്ണർ കൂടെ ഉള്ളതെന്ന് നമുക്ക് തിരിച്ചറിവ് വരാം. അങ്ങനെയുള്ള ടൈംസ് ഉണ്ട്. അപ്പോൾ അവിടുന്ന് നമുക്കൊരു ചോയ്സ് ഉണ്ടാവണം. ആ ചോയ്സ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അത് പുള്ളി കണ്ടുപിടിക്കുന്ന മറ്റേ സിറ്റി ആയി പോയതുകൊണ്ട്. എന്നാൽ എല്ലാവരും കുഗ്രാമത്തിൽ പോയി താമസിച്ചോളൂ. ഗ്രാമത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഡിവോഴ്സ് ചെയ്യാൻ പറ്റൂല. നിങ്ങൾ മറ്റേ അത് തന്നെ ഫെവിഗ്ലൂ വെച്ച് ഒട്ടിച്ച പോലെ ഇരിക്കും. പുള്ളിയുടെ കാഴ്ചപ്പാടുകളൊക്കെ ഭയങ്കര രസമുള്ളതാണ്. ഡെവലപ്ഡ് ആയി കഴിഞ്ഞാൽ പ്രശ്നമാണ്, സിറ്റിയിൽ പോയാൽ പ്രശ്നമാണ്, എപ്പോഴും നമ്മൾ കുടുംബം അങ്ങനെ ഇരിക്കണം എന്നൊക്കെ ഉള്ളതാണ്. കുടുംബം നല്ലതാണ്, കൂടുമ്പോൾ സന്തോഷം കിട്ടുന്ന ഒരു സെറ്റപ്പൊക്കെ ആണെങ്കിൽ കുടുംബം നല്ലതാണ്. കുടുംബം സന്തോഷം കിട്ടണം, അല്ലാതെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടേണ്ട അവസ്ഥ വരാതിരിക്കുക. കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടാൻ നിർബന്ധിക്കുന്ന അങ്ങനെ കുറച്ച് വെളിവില്ലാത്ത ആളുകൾ ചുറ്റുമുണ്ടായിട്ട് നിങ്ങൾ കുടുംബത്തിലാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഡിപ്രഷൻ വരും, ആങ്സൈറ്റി വരും, ദുരന്ത ജീവിതമായി പോകും. അങ്ങനെയൊക്കെ ജീവിക്കുന്നതിന് അടുത്ത തലമുറയ്ക്ക് വീണ്ടും ഉപദേശിക്കും ഇതാണ് നമ്മുടെ ജീവിതം, ഇങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റൂ, ഇങ്ങനെ ജീവിച്ചാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ നടക്കത്തുള്ളൂ. ഇതാണ് ജീവിതം എന്ന് വിചാരിച്ച് ജീവിക്കുകയാണ് എല്ലാ ആൾക്കാരും ചെയ്യുന്നത്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു അറിവ് അവർക്ക് കിട്ടുന്നില്ല. ലോകം വെച്ചുള്ള ആൾക്കാരെ കാണുകയും സംസാരമോ ഒന്നും നടക്കുന്നില്ല. ഒരു ദുരന്ത ജീവിതത്തിൽ ഒരു വളരെ മോശം പാർട്ട്ണറോടൊപ്പം ജീവിച്ച് കുറേ കാലം കഴിയുമ്പോഴും താൻ ജീവിക്കുന്നത് ഒരു ദുരന്ത ജീവിതമാണെന്ന് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നതാണ് ഒരുപാട് ആളുകളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. കാരണം ബാക്കിയുള്ളവരുടെ ജീവിതത്തിൽ എന്താണെന്ന് അറിയില്ല. കുറച്ച് ആളുകൾ കൂട്ടം കൂടി ഇരുന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, മക്കളെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, കുടുംബം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, നീ ഇത് മാത്രം ചെയ്താൽ മതി. അങ്ങനെ ജീവിച്ചു പോകുമ്പോൾ നിങ്ങൾ പന്നികളൊക്കെ ജീവിക്കുന്ന പോലെ നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ലാതെ ഇപ്പം. അപ്പം ആളുകളെ മനസ്സിലാക്കുക, കൂട്ടുകാരുണ്ടാവുക, അതേപോലെ ആളുകൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് തിരിച്ചറിയുക, സ്വാതന്ത്ര്യം എന്താണ്, വ്യക്തി ജീവിതം എന്താണ്, വ്യക്തിപരമായ സ്വാതന്ത്ര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ളൊരു തിരിച്ചറിവും ബോധ്യമൊക്കെ ഉണ്ടാവുക. അതിന് കുറച്ചും കൂടി സൗകര്യം തരുന്ന നാടുകളാണിതെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ ഡെവലപ്ഡ് പ്ലേസസിലാണ് പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യാൻ പറ്റുന്നത്. നാട്ടിൻപുറത്ത് അത് നടക്കുമോ? നാട്ടിൻപുറത്തെ പ്രശ്നം പോയി മസ്ജിദിൽ പോയിട്ടാണെങ്കിൽ അവർ ചോദിക്കും, അല്ലെങ്കിൽ അച്ഛന്മാരുടെ അടുത്ത് പോയിട്ടാണ് കൗൺസിലിംഗ് ചെയ്യുന്നത്. അപ്പത്തേന് കുടുംബമാണ് എല്ലാം, കുടുംബത്തിൽ നിന്നാലേ നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാവത്തുള്ളൂ എന്നും പറഞ്ഞ് 4 ഡയലോഗ് ഇങ്ങോട്ടും കിട്ടുമ്പോഴത്തേന് എന്നാ ഇത് തന്നെ എന്റെ ജീവിതം, ദൈവം എനിക്ക് തന്നതാണ് ഈ ജീവിതം, ഞാൻ ഈ ജീവിതം ജീവിച്ചു തീർക്കണമെന്നും പറഞ്ഞിട്ട്
അതേസമയം നിങ്ങൾ ഈ പറയുന്ന മത പണ്ഡിതന്മാരും അതുപോലെ ആളുകളും ഒക്കെ ഇതിങ്ങനെ വേണം എന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊരു നല്ല സൈക്കോളജിസ്റ്റിനെ, പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള മതത്തിൻ്റെ ജഡ്ജ്മെൻറ്റൽ ഫാക്ടേഴ്സ് ഉള്ളിൽ കൊണ്ട് നടക്കാത്ത നല്ല സൈക്കോളജിസ്റ്റിനെയോ സൈക്കാട്രിസ്റ്റിനെയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ബന്ധത്തിൻ്റെ ഒരു സ്ട്രാറ്റജി വെച്ച് മിക്കവാറും അവർ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും ഇത് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടിയോ എന്ന്. അല്ലാതെ ഇങ്ങനെ ഒന്ന് ലോക്ക്ഡായിട്ട് നിങ്ങൾ ജീവിക്കുകയാണല്ലോ, നിങ്ങൾ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ജീവിക്കാതിരിക്കുക. അതിനുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. അതിപ്പോൾ നിങ്ങൾ സിറ്റിയിൽ ജീവിച്ചാലും മലപ്പുറത്ത് ജീവിച്ചാലും ഒന്നും കാര്യമില്ല. പിന്നെ മുസ്ലിങ്ങൾ കൂടുതലുള്ളിടത്ത് ഇത് കുറയുന്നു എന്നൊക്കെയുള്ള എന്താണ് മാൻ. ആഫ്റ്റർ ലൈഫ് സ്വപ്നം കണ്ടുകൊണ്ട് ജീവിക്കരുത്, ആകെ ഒരു ജീവിതമേ ഉള്ളൂ. അത്രയും പറയണം. അത് നിങ്ങളുടെ സന്തോഷത്തിൽ ജീവിക്കാൻ നോക്കുക. நான் வந்து 15,000 ரூபாய் தான் வாங்குவேன். ஆனா வரப்போற பையன் வந்து 1 lakh salary வாங்கணும், வீடு வச்சிருக்கணும், கார் வச்சிருக்கணும், அது ஓவர் எக்ஸ்பெக்டேஷன். அது போற பொண்ணு நல்லா இருக்கும் அப்படிங்கிற ஏதோ ஒரு குறை அங்க கண்டிப்பா இருக்கும். இல்லாட்டி அதை அக்செப்ட் பண்ணிக்கணும். எனக்கு குட் லுக்கிங்கா இருக்கணும், 1 lakh salary வேணும், கார் இருக்கணும், அப்புறம் பையனுக்கு முடியும் இருக்கணும், வயசு 27க்குள்ள தான் இருக்கணும்னா எப்படி இருக்கும்? 25 வயசுல ஒரு பையனால சொந்த வீடு கட்ட முடியுமா? கண்டிப்பா முடியாது. அந்த பையனுக்கு ஒரு செட்டில் ஆகிறதுக்கு டைம் வேணும். அப்ப எத்தனை வயசு ஆகும் ஒரு பையன் சொந்த வீடு கட்டுறதுக்கு? 30 to 35 கண்டிப்பா. அதனால மேரேஜ்க்கு அப்புறம் 2 பேரும் சேர்ந்து கட்டறாங்கன்னா அதுதான் பெஸ்ட். செட்டில் ஆன பையனை கல்யாணம் பண்றதுக்கும் சேர்ந்து செட்டில் ஆகிறதுக்கும் என்ன டிஃபரெண்ட்? எல்லாமே என்ஜாய் பண்ணலாம். ஒரு வீடு கட்டறோம் அப்படினா நாங்க 2 பேரும் இவென்ச்சுவலா அத பிளான் பண்ணிருப்போம். ஃபியூச்சர் பிளான் பண்ணிருப்போம். இவ்வளவுதான் salary, இதுக்குள்ள நம்ம வந்து வீடு கட்ட போறோம், இவ்வளவு நாள் EMI இருக்கும். அது எல்லாமே நாங்க அந்த வீட்ல இருக்கப்போ ஒரு நாள் நாங்க ஃப்ரீயா உட்கார்ந்து பேசுறப்போ அதெல்லாம் நாங்க பேசி சந்தோஷப்பட்டுக்கலாம். கட்டறதுக்கு முன்னாடி வரையும் உங்களுக்கு அந்த கஷ்டத்துல இருப்பீங்கல்ல? கஷ்டமாலாம் இருக்காது. நீங்க உங்களுக்கு பிடிச்சவங்க கூட இருந்தீங்கன்னா அது கஷ்டமா இருக்காது. நான் வந்து നിങ്ങൾ തന്നെ പറയണത്. അപ്പോൾ നല്ല വിവരമുള്ള കുട്ടി എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതെ ശരിക്കും. ഞാൻ പലപ്പോഴും നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലും വരുന്നതാണ്. ഇപ്പോൾ സ്ത്രീധനത്തിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഉടനെ കുറേ ആളുകൾ ചോദിച്ചുകൊണ്ട് വരുന്ന ചോദ്യമാണ് ചെക്കൻ അത് വേണോ ഇത് വേണോ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന്. ഇത് രണ്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ്. നമ്മൾ എന്താ പറയുക, ഒരുമിച്ച് വളരുക, ഒരുമിച്ച് ജീവിക്കുക എന്ന് പറയുന്നതിൽ ഒരു സന്തോഷവും ഒരു സുഖമൊക്കെ ഉണ്ട്. സെറ്റിലായതിന് ശേഷമേ ഞാൻ കല്യാണം കഴിക്കൂ എന്ന് നമുക്കൊരു തീരുമാനം എടുക്കാം. പക്ഷേ ഞാൻ സെറ്റിലായില്ലെങ്കിലും ഞാൻ കെട്ടുന്ന ആൾ സെറ്റിലായിരിക്കണം എന്ന നിർബന്ധം, വാശി എല്ലാം പേഴ്സണൽ പ്രിഫറൻസുകളാണ്. പക്ഷേ ഒരുമിച്ച് വളരുന്നതിൻ്റെയും ഒരുമിച്ച് സെറ്റിലാവുന്നതിൻ്റെയൊക്കെ ഒരു സുഖമൊക്കെ ഉണ്ട്. ഞങ്ങൾ അങ്ങനെ ആയിരുന്നു. ലൈക്ക് ഞങ്ങൾ ഇപ്പോഴും അങ്ങനെയാണ്. ഞങ്ങൾ ഒരുമിച്ച് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ഓരോ കാര്യങ്ങൾ, ഞങ്ങളുടെ ഓരോ മൈൽ സ്റ്റോൺസ് ഒരുമിച്ചാണ് ചെയ്യുന്നത്. കാരണം അനന്തവും ഞാനും കല്യാണം കഴിക്കുന്ന സമയത്ത് ജോലി ജസ്റ്റ് ഇന്ത്യക്ക് ആയിട്ടേ ഉള്ളൂ. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ആ ഒരു ഏർണിങ് ആവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് നമുക്ക് വീടില്ല, സ്വന്തമായിട്ടൊരു വീടെടുത്ത് താമസിക്കാനുള്ള അത്രയും വരുമാനം പോലും ഇല്ല. സോ നമ്മൾ ഈ ഉള്ള ഫേസിൽ കൂടി എല്ലാം ഒരുമിച്ച് വന്നപ്പോൾ ഞങ്ങളുടെ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആയി. ഞങ്ങൾക്ക് എന്ത് കാര്യവും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുണ്ടെങ്കിൽ തരണം ചെയ്യാന്നുള്ളത് മനസ്സിലായി. ആൻഡ് അതിനൊരു ബ്യൂട്ടി ഉണ്ട്. ശരിയായിരിക്കാം, അത് സ്ട്രഗിളായിട്ട് തോന്നിയിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും ശരി. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ രണ്ടുപേരും ഉണ്ട്. എനിക്കൊരു ഡൗൺ വരുമ്പോൾ അനന്തു എന്നെ സപ്പോർട്ട് ചെയ്യും, ഞാൻ അനന്തുവിനെ സപ്പോർട്ട് ചെയ്യും. അത് കാരണം കൊണ്ട് ഒരിക്കലും നമുക്ക് എന്തൊരു കഷ്ടപ്പെട്ട ജീവിതമാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് തോന്നിയിട്ടില്ല. നമ്മൾ ഇത്രയും കാലം ആഗ്രഹിച്ച, നമ്മൾ എന്താവണം, ആരുടെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച ആ എക്സാക്ട് പേഴ്സൻ്റെ കൂടെ നമ്മൾ ജീവിക്കുമ്പോൾ ഓരോ നിമിഷവും നമുക്ക് ഹാപ്പിനെസ് ആയിരിക്കും. എന്ത് സ്ട്രഗിളും അത് ഭയങ്കര ഒരു അത് അതിജീവിക്കാനും ഒരുമിച്ച് അതിനെ പോരാടാനും ഭയങ്കര ഒരു ഊർജ്ജമായിരിക്കും നമുക്ക് കിട്ടുന്നത്. എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ എന്താ പറയുക, ഒരുപാട് ആളുകളോട് നമ്മൾ സംസാരിക്കുമല്ലോ, അങ്ങനെ പല ആളുകളോടും സംസാരിച്ചും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ ഈ ഓപ്പോസിറ്റുള്ള ആൾക്കാരിൽ നിന്നുള്ള എക്സ്പെക്റ്റേഷൻസ് എല്ലാവർക്കും ഇപ്പോൾ ഭയങ്കര കൂടുതലാണ്. അതായത് ഇന്ന കാര്യങ്ങൾ വേണം, ഇങ്ങനെ വേണം, ഭയങ്കര അംബീഷ്യസ് ആണ്. പാർട്ട്ണർ എന്തായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഭയങ്കര അംബീഷനാണ്. പക്ഷേ അവനവൻ എന്തായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. അയാളുടെ കൂടെ ഞാൻ ഇങ്ങനെ ആയിരിക്കാം എന്ന് പറയുന്ന ഒരു സംഭവത്തിനപ്പുറത്തേക്ക് ഞാൻ ഇന്നതാവണം, എൻ്റെ കയ്യിൽ ഇത്രയും വേണം എന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്ക് എത്ര പേര് വരുന്നുണ്ട് എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകളും ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിലും അപ്പുറത്തുനിന്ന് എന്ത് വേണമെന്നുള്ളതിനെക്കുറിച്ച് ഉണ്ടാക്കുന്ന ധാരണയ്ക്ക് അപ്പുറത്ത് ഇവിടുന്ന് എന്ത് കൊടുക്കാൻ പറ്റും എന്ന് പറയുന്നൊരു ധാരണ ഉണ്ടാവാറില്ല. സ്വന്തമായിട്ട് നിൽക്കാൻ പറ്റണം. അതെ, അതാണ് അതിൻ്റെ അകത്തുള്ളൊരു മെയിൻ തിങ്. നമ്മൾ ആരെയും കണ്ടിട്ടാവരുത് ജീവിക്കേണ്ടത്. അതായത് നമ്മുടെ അതെ, മറ്റേ ആളുടെ ഇത് കണ്ടിട്ടോ അല്ലെങ്കിൽ അയാളുടെ സമ്പത്തോ ജോലിയോ കാര്യങ്ങളോ കണ്ടിട്ടോ നമ്മളത് ചെയ്യേണ്ടത്. നമ്മൾ ഫാമിലി എന്ന് പറയുമ്പോൾ അത് ഒരുമിച്ച് കൊണ്ടുപോകേണ്ടതാണ് എന്നൊരു ബോധം രണ്ടുപേർക്കും ഉണ്ടാവണം. അതിനനുസരിച്ച് രണ്ടുപേരും അതിൽ ഇൻപുട്ട് ഇടുകയും വേണം. മെയിൻ പോയിന്റ്. ചിലപ്പോൾ നിങ്ങൾ ഒരു ഇഷ്ടപ്പെട്ട ആളെ കണ്ടെത്തുന്ന സമയത്ത് നിങ്ങൾക്ക് 10,000 രൂപയും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് 1,00,000 രൂപയും ആയിരിക്കാം ശമ്പളം. അവിടെ സ്നേഹം വർക്ക് ആവുന്നുണ്ടെങ്കിൽ സ്നേഹത്തിന് വേണ്ടി ആയിരിക്കണം ആ റിലേഷൻഷിപ്പ് ഉണ്ടാവേണ്ടത്. അല്ലാതെ ഇത്രയുള്ള ഒരാളാണ് എൻ്റെ മനസ്സിലുള്ളത്, അതുള്ളതുകൊണ്ട് ഞാൻ പ്രേമിക്കാം എന്ന് പറയുന്ന പോലത്തെ പരിപാടികളല്ലാതെ ആ ഒരു ബാലൻസിങ് സാധനം അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര രസമായിരിക്കും. ലൈഫ് എന്ന് പറയുമ്പോൾ താഴ്ച ഉണ്ടാവും,
ഉയർച്ചയുണ്ടാവും. രണ്ട് ഘട്ടത്തിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ വേണ്ട, അത് ആദ്യമേ ഒഴിവാക്കുക. എനിക്ക് ആ കൊച്ചിൻ്റെ കൺസെപ്റ്റ് ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പ്ലേസ്മെൻറ്റ് അതും ആ അറിവുണ്ട് അത്രയും. ആ ഒരു ടൈമിൽ ഈ പറയുമ്പോൾ നല്ല അറിവുണ്ട് ആ കൊച്ചിന്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൺകുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള ചിന്ത ആ കുട്ടിക്കുണ്ട്. അതായത് പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊക്കെയാണ്, എനിക്കിങ്ങനെ പറ്റുള്ളൂ എന്ന് പറയും. പക്ഷേ അപ്പുറത്തെ സൈഡിൽ എന്താണെന്നുള്ളത് ചോദിക്കില്ല. പക്ഷേ ഈ കുട്ടി സംസാരിക്കുന്ന സമയത്ത് അപ്പുറത്ത് എന്താണ്, അവിടെ എന്തൊക്കെ കുറവുകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ഇത്രയും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഡയലോഗ് എന്ന് പറഞ്ഞാൽ, അവൻ വീട് വെച്ചിട്ടുണ്ടാവണം, 1 ലക്ഷം രൂപ ശമ്പളം വേണം, പക്ഷേ തലയിൽ മുടി വേണം എന്ന് നിർബന്ധം പിടിക്കുന്ന കാര്യം. ഒരു 10-30 വയസ്സാവും ഒരു വീടൊക്കെ വെച്ച് ഒരാൾ അത്രയും സെറ്റിലായി 1 ലക്ഷം രൂപ കൈ കിട്ടുന്നത് മുഴുവൻ വെറുതെ കൈ വെക്കാൻ പാകത്തിന് അങ്ങനെയൊക്കെ ഒരാൾ മാറണമെങ്കിൽ അതിനൊരു സമയമെടുക്കും. അപ്പോഴേക്കും ചിലപ്പോൾ തലയിൽ മുടി പോകും. അപ്പോൾ മുടി ഉണ്ടെങ്കിലേ കല്യാണം കഴിക്കുമെന്ന് പറയുന്ന, ഞാൻ മറ്റേ കഷണ്ടിയെ കുറിച്ചൊരു വീഡിയോ ചെയ്തപ്പോൾ കമൻസ് മുഴുവൻ അതായിരുന്നു, നിനക്കിത് വിഷമം പറഞ്ഞാൽ മനസ്സിലാവില്ല, കഷണ്ടി ഉള്ളതുകൊണ്ട് മാത്രം പെണ്ണ് കിട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനെ കണ്ടീഷൻസ് ഒരുപാടാണ്. ഈ പ്രത്യേകിച്ച് ആൺകുട്ടികളാണ് അതിൻ്റെ പ്രഷർ കുറേ അനുഭവിക്കേണ്ടി വരുന്നത്. അതായത് നീ ഇത്രയും ഉണ്ടെങ്കിലേ നിനക്കിത് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇത്രയും ഉണ്ടെങ്കിലേ നിനക്ക് ഇങ്ങനെ ഒരു അർഹതയുള്ളൂ. ഒരു പെൺകുട്ടിയുടെ സ്നേഹം നേടാനുള്ള അർഹത എന്ന് പറയുന്നത് അവൻ ഇത്രയും പൈസ ഉണ്ടാക്കണം, ഇത്രയും ചെയ്യണം, ഇത്രയും പ്രൂവ് ചെയ്ത് കാണിക്കണം. എന്നിട്ട് ഈ പെൺകുട്ടിയിൽ നിന്ന് കിട്ടുന്ന സ്നേഹത്തിൽ എന്താണുള്ളത്, അല്ലെങ്കിൽ ആ സ്നേഹം അതിന് വേർത്താണോ എന്നുള്ളതാണ് അടുത്തൊരു വലിയ ചോദ്യം എന്ന് പറയുന്നത്. ഇതൊക്കെ പേഴ്സണലി ഓരോ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുന്ന സാധനമാണ്. ഒരുമിച്ച് ഉണ്ടാക്കുന്നതും ഒരുമിച്ച് ബിൽഡ് ചെയ്ത് പോകുന്നതൊക്കെ ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ്. അത് ആ കുട്ടി പറഞ്ഞപ്പോൾ, അതായത് 2 പേരുടെ ഇൻപുട്ട് ഇട്ട് 2 പേരുടെ അഭിപ്രായങ്ങളിട്ട് അവസാനം അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ്സും ഉണ്ട്. അവൻ ചോദിച്ചില്ല അത് കഷ്ടപ്പാടല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അത് കഷ്ടപ്പാടൊന്നുമല്ല, ഭയങ്കര രസമാണ്. നമ്മൾ എന്ത് ചെയ്യും, വീട് പണി തുടങ്ങി പകുതിയായി, 2 പേരുടെ കയ്യിൽ കാശില്ല, നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഞായറാഴ്ച നമുക്ക് പോയി മണലും കട്ടയൊക്കെ എടുത്ത് വെക്കാം, ബാക്കി പണിക്കാർ വരുമ്പോൾ പൈസയൊക്കെ അറേഞ്ച് ചെയ്ത് നമുക്ക് ചെയ്യാം. അത്രേ ഉള്ളൂ, പരസ്പര സ്നേഹം ഉണ്ടാവണം, അത്രേ ഉള്ളൂ. അതാണ് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് പരിപാടി. നമുക്ക് ഒരുമിച്ച് നേരിടാന്നുള്ള ഒരു സാധനം ഉള്ളപ്പോൾ അവിടെ ഒറ്റയ്ക്കല്ല, അവിടെ നമ്മൾ ഒറ്റയ്ക്കാണെന്നുള്ള തോന്നലും ഇല്ല. അതാണ് അതിൻ്റെ ബ്യൂട്ടി. എന്തായാലും ആ പെൺകുട്ടിക്ക് നല്ലൊരു ചെക്കനെ കിട്ടട്ടെ. കാരണം ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നല്ല ചിന്താഗതിയുള്ള കുട്ടിക്ക് അതുമായിട്ട് യോജിക്കാൻ പറ്റാത്തൊരുത്തനെ കിട്ടിക്കഴിഞ്ഞുള്ള അവസ്ഥ അത് ഭയങ്കര ശോകമായിരിക്കും. അപ്പം ആശയങ്ങൾ നന്നായിട്ട് മാത്രം കാര്യമില്ല, ആശയങ്ങളുടെ കൂടെ പിടിക്കുന്ന ആളാരാണെന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഒരു കാലം ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് തുടർന്നു എന്ന് വിചാരിച്ചോളൂ, നിങ്ങൾക്ക് ഒരുമിച്ച് കല്യാണം കഴിച്ച് മൂവ് ചെയ്യാൻ എന്താ പ്രശ്നം? ദാറ്റ്സ് വെരി ഗുഡ്. അത് നല്ലതാണ്. സൊസൈറ്റി അംഗീകരിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തി. മറ്റേതെന്താണ്, ഫ്രണ്ട്ഷിപ്പും അല്ല റിലേഷൻഷിപ്പും അല്ല, അറ്റ് ദ സെയിം ടൈം നിങ്ങൾ പറഞ്ഞ പോലെ വേറൊരു ലൈഫ് പാർട്ട്ണറും വേണം. ആർഭാടല്ലേ അത്? അല്ലേ? ലൈഫ് പാർട്ട്ണർ ഉണ്ട്, അതിൻ്റെ കൂടെ മറ്റൊരു ആളും കൂടി ഉണ്ട്. കൊടുക്കേണ്ട അറ്റൻഷൻ നിങ്ങൾ വീതിച്ച് കൊടുക്കുകയാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം യു ആർ നോട്ട് ആക്സെപ്റ്റിംഗ് ദ ഫാക്ട് ദാറ്റ് നിങ്ങളും ഇയാളും തമ്മിൽ റിലേഷൻ അല്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. ഏത് ലൈഫ് പാർട്ട്ണർ ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും വേറൊരു ബെസ്റ്റ് ഫ്രണ്ട് ആയി ചെയ്തിട്ട് നിങ്ങൾ പറയാണ് ഞാൻ റിലേഷൻഷിപ്പിലല്ല, അത് എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ, ബെസ്റ്റിയാ. ഇതാണ് ബെസ്റ്റ്. ഈ ബെസ്റ്റി കൾച്ചറിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നൊരു സാധനം ഉണ്ടായിരുന്നു. അതായത് ഒരാൾക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടാവാമല്ലോ, ഞാൻ ആ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു സാധനത്തിലാണ്. പക്ഷേ ഈ ബെസ്റ്റി കൾച്ചറിൽ പിന്നീട് വന്നിട്ടുള്ള കുറേ സാധനങ്ങളും എന്താ പറയുക, കുറേ ആൾക്കാരോട് നമ്മൾ സംസാരിച്ച് ഇടപഴകി നമ്മൾ മനസ്സിലാക്കി വരുന്ന കുറേ സാധനങ്ങൾ വെച്ചിട്ട് ഈ പറയുന്ന ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ബെസ്റ്റി എന്ന് പറയുന്ന ഒരു പാക്കേജ്. ഞാൻ മനസ്സിലാക്കിയത് അത് ഇസ് ഡിഫറെൻറ്റ്. നിങ്ങൾക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടാവുന്നതും ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങളൊരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നതും അത് ഫ്രണ്ട് വിത്ത് ബെനിഫിറ്റ്. അത് ഫ്രണ്ട് വിത്ത് ബെനിഫിറ്റ്, കറക്റ്റ്. അല്ല, പേരെന്തിട്ട് കഴിഞ്ഞാലും ഉണ്ടല്ലോ, നിങ്ങൾക്കൊരു ലൈഫ് പാർട്ട്ണർ ഇതിൻ്റെ ഇടയിൽ വരുമ്പോൾ, എനിക്ക് ഇവർ ഈ പറഞ്ഞതിലെ മെയിൻ ഒരു ഫാക്ടർ അതാണ്. ലൈഫ് പാർട്ട്ണർ അതിൻ്റെ ഇടയിൽ വരുമ്പോൾ പരിപാടി മുഴുവൻ മാറും. ഇപ്പം ഞാനും അനന്തനും കൂടി ഒരുമിച്ച് ഒരു ബിസിനസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ ബിസിനസ് എങ്ങനെ പോകണമെന്ന് അനന്തനൊരു ഐഡിയ ഉണ്ട്, എനിക്കൊരു ഐഡിയ ഉണ്ട്. ആ 2 പേരുടെയും ഐഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുകയും അഡ്ജസ്റ്റ്മെൻറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓക്കെ പറഞ്ഞ് ഒപ്പിച്ച് 2 പേർക്കും ഓക്കെ ആയിട്ടുള്ള രീതിയിലാണ് ആ ബിസിനസ് മുന്നോട്ട് പോകേണ്ടത്. അനന്തന് ഒരു താല്പര്യവും ഇല്ലാത്തൊരു കാര്യം, മറ്റേ നർക്കോട്ടിക്സ് ഡെർട്ടി ബിസിനസ് എന്ന് അനന്തം പറയുകയും ഞാൻ നർക്കോട്ടിക്സ് പരിപാടി പിടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതൊരു വൃത്തികെട്ട പരിപാടിയാണ്. അത് ഡബിൾ സ്റ്റാൻഡേർഡാണ്, അത് വേറെ പലതുമാണ്. അപ്പം അതേ കാര്യം തന്നെ എല്ലാ റിലേഷൻഷിപ്പിലും അപ്ലിക്കബിൾ ആണ്. നിങ്ങൾക്കൊരു ബെസ്റ്റി ഉണ്ടെങ്കിൽ, ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് എന്ന് പറയുന്നതും സെക്ഷൽ ബെനിഫിറ്റ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. നിങ്ങൾക്ക് അത് രണ്ടും ഉണ്ടായേ പറ്റൂ എന്ന് പറയുന്ന വാശി പിടിക്കുന്നതും അല്ല, അത് അങ്ങനെ വാശി പിടിക്കുവാണെങ്കിൽ അതിനോട് എഗ്രി ചെയ്യുന്ന ഒരു പാർട്ണർ ആയിരിക്കണം നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. അതാണ്. അല്ല, ഇതിപ്പോൾ സമൂഹത്തിന് എന്താ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നതെന്നുള്ള രീതിയിലാണ്. അപ്പോൾ അങ്ങനെ ഒരു കല്യാണത്തിലേക്ക് എത്തുവാണെങ്കിൽ എന്നല്ലേ ഈ പുള്ളി ആദ്യം ചോദിക്കുന്നത്, ഇപ്പോൾ വേണമെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് അയാളോട് ജീവിക്കാമല്ലോ, നിങ്ങൾക്ക് അയാളെ ലൈഫ് പാർട്ട്ണറായിട്ട് സ്വീകരിക്കാമല്ലോ. അപ്പോൾ ആ കുട്ടി ചോദിക്കുന്നത് അത് തന്നെയാണെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പണ്ടത് പറ്റൂലായിരുന്നു. നമുക്ക് കൂട്ടുകാരൻ്റെ കൂടെ ജീവിക്കണമെന്ന് പറഞ്ഞാൽ വീട്ടിലും നാട്ടുകാരും ചിലപ്പോൾ സമ്മതിക്കില്ല. പക്ഷേ ഇന്നിപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരൻ നിങ്ങൾക്ക് പറ്റിയ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഭർത്താവായി സ്വീകരിക്കാം, അല്ലെങ്കിൽ ഭാര്യയായിട്ട് സ്വീകരിക്കാം. അപ്പം അവിടെ കുഴപ്പമില്ലല്ലോ എന്ന് പറയാം. എന്നിട്ടും എന്തിനാണ് ബെസ്റ്റി എന്ന് പറയുന്ന ഒരു ചോദ്യമാണ്. അത് ഈ പറഞ്ഞ പോലെ ഈ
ഓരോരുത്തരുടെ പ്രിഫറൻസസ് ആണ്, സെക്ഷൽ ചോയ്സസ് ആണ്. പക്ഷെ അത് പാർട്ട്ണറുടെ പ്രിഫറൻസിനോടും കൂടി മാച്ച് ചെയ്ത് നിൽക്കണം. നിങ്ങൾ വേറൊരാളുടെയും കൂടെ ജീവിതം വെച്ചാ കളിക്കുന്നത്. അപ്പം ആ വ്യക്തിക്കും അതിൽ ഇതുണ്ട്. അപ്പം ഒന്നെങ്കിൽ അയാളെ ഇതിന്ന് ഒഴിപ്പിച്ച് രക്ഷപ്പെടുത്തുക. എല്ലാവർക്കും ഈ പറഞ്ഞ ഓപ്പൺ മൈൻഡഡ്നെസ് ഉണ്ടാവില്ല. ചിലർക്ക് ഓപ്പൺ റിലേഷൻഷിപ്പിന് അയാൾ ഇപ്പൊ ഇഷ്ടപ്പെടുന്ന വ്യക്തിയോട് അയാൾക്ക് ഇഷ്ടം ഉണ്ടാവത്തുള്ളൂ. വേറെ എല്ലാവരോടും പ്രേമിച്ചെടുക്കാനോ ഇതാവാൻ പറ്റില്ല. അപ്പോൾ അപ്പുറത്തെ ആൾ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അവർ തമ്മിൽ ആ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. എന്തിന് നിങ്ങൾക്ക് ആ ഒരു പാർട്ണർഷിപ്പിൽ നിങ്ങൾ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് നിങ്ങളത് തമ്മിൽ അത് സംസാരിച്ചിട്ടുണ്ടാവണം. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അത് ചീറ്റിംഗ്. അത് ബേസിക്കലി ചീറ്റിംഗ് ആണ്. ഒരാളുടെ ജീവിതം നിങ്ങൾ നശിപ്പിക്കുക. ഒപ്പീനിയൻ ഉണ്ട് അല്ല സിംഗ്, അത് തന്നെ കാര്യം. കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. എല്ലാ റിലേഷൻഷിപ്പിലും കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. ചില റിലേഷൻഷിപ്പുകൾ മുന്നോട്ട് പോകാൻ പാടില്ലാത്തതാണ്. നിങ്ങളുടെ പ്രിഫറൻസുകൾക്ക് ഒട്ടും ചേരാൻ പറ്റാത്ത ഒരു റിലേഷൻഷിപ്പിലാണ് നിങ്ങളുള്ളതെങ്കിൽ ദയവേത് ആ റിലേഷൻഷിപ്പിൽ നിന്ന് രക്ഷപ്പെടുക. അല്ലാതെ എന്താ പറയുക, ഈ പറയുന്ന ബെസ്റ്റി കൾച്ചർ, അതിൽ ഈ പറയുന്ന സെക്ഷൽ ബെനിഫിറ്റ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ബെസ്റ്റ് ഫ്രണ്ടിനെയാണ് നിങ്ങൾ ബെസ്റ്റി എന്ന് പറയുന്നതെങ്കിൽ, അങ്ങനെ ഒരു ബെസ്റ്റിയെക്കുറിച്ചാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട വ്യക്തി നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അയാൾ നിങ്ങളോട് കാണിക്കുന്നത് യഥാർത്ഥത്തിലുള്ള സ്നേഹമൊന്നുമല്ല. അവിടെ എന്താണോ ബെനിഫിറ്റ് ഉള്ളത് അതിനിപ്പുറത്ത് പേര് മാറ്റിയിട്ട് അതേ ബെനിഫിറ്റ്സ് അയാൾ സ്വീകരിക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് രണ്ട് റിലേഷൻഷിപ്പിലും ഇയാൾക്ക് യാതൊരു ആത്മാർത്ഥതയും ഉണ്ടാവില്ല. രണ്ടും പോയാൽ പുള്ളി മൂന്നാമത്തേലേക്ക് പോകും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സംഭവത്തിലേക്ക് നിങ്ങൾ അഡാപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഈ അഡാപ്റ്റർ ഡൈ ഒന്നും ഇവിടെ ഇല്ല. ഇവിടെ അഡാപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് പറ്റുന്ന വേറൊരു പാർട്ണറെ കണ്ടെത്തിയിട്ട് പോവുക, അത്രേ ഉള്ളൂ. നിങ്ങളുടെ രുചി ഇഷ്ടം അതിനോടൊക്കെ ഈ പരിപാടി ഉണ്ടല്ലോ. അതായത് നമ്മളെപ്പോഴും പറയും നല്ലൊരു റിലേഷൻഷിപ്പ് എന്ന് പറയും. നല്ലൊരു റിലേഷൻഷിപ്പിനേക്കാൾ, അതായത് നല്ലൊരു റിലേഷൻഷിപ്പ് പോകുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണ്. ആക്ച്വലി നല്ലൊരു റിലേഷൻഷിപ്പ് എന്നുള്ളതിനേക്കാൾ നിങ്ങൾക്ക് അർഹിക്കുന്ന ബഹുമാനം കിട്ടുന്ന റിലേഷൻഷിപ്പ് എന്ന് നോക്കിയാൽ മതി. ഇപ്പം വേറൊരാൾ എന്ന് പറയുന്ന ഒരു വ്യക്തി നിങ്ങൾക്ക് സൂപ്പറായിട്ട് തോന്നുമായിരിക്കും, നിങ്ങൾ തമ്മിൽ ഭയങ്കര കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് റെസ്പെക്റ്റ് കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള നല്ലത് നോക്കി നിൽക്കരുത്. എല്ലാവരിലും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന 1-2 നല്ലതുകളുണ്ടാവും. ആ നല്ലതുകളെ നോക്കിയിട്ട് ഇതാണ് സൂപ്പർ എന്ന് വിചാരിച്ചത് നമ്മളങ്ങ് ജീവിക്കും. അങ്ങനെ ജീവിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കൊരു സെൽഫ് വാല്യൂ ഉണ്ട്. ആ വാല്യൂ തിരിച്ചറിയുക. അത് കിട്ടാത്തൊരു സ്ഥലത്ത് അത് എന്ത് നല്ലത് മറ്റെന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും ജസ്റ്റ് എസ്കേപ്പ്, അത്രേ ഉള്ളൂ. അടുത്ത റീൽ എടുക്കട്ടെ. കുഴപ്പമെന്ന് വെച്ചാൽ ദേഷ്യം വരുമ്പം ആ ദേഷ്യം അത് പുറത്തെടുത്ത് കളയണം. കളയാൻ വേണ്ടി കൈയെടുത്ത് എവിടെയെങ്കിലും ഒന്ന് ഇങ്ങനെ വീശും. അപ്പോൾ ചിലപ്പോൾ ഭിത്തി അങ്ങനെ തട്ടുമായിരിക്കും, അല്ലെങ്കിൽ ഡൈനിൻ്റെ വീട്ടിൽ വെള്ളം എങ്ങനെയും കൈ വീശുമ്പോൾ ഇപ്പോൾ ശരിച്ചേട്ടൻ കയറി വരുമ്പോൾ ഞാൻ കയറി വരുമ്പോൾ ആ വീശലിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ പോകും എന്തായാലും വീണു. അപ്പം അതിനെ ബേസ് ചെയ്ത് നമ്മൾ എന്താ പറയുക, അങ്ങനെ പറ്റുന്ന കാര്യം. അല്ലാതെ എന്നെ അടിക്കണം എന്ന് പറഞ്ഞ് വന്ന് അടിക്കുന്ന അടിയില്ല. ഇത് കോമഡി റീലാണോ അതോ ഒറിജിനൽ സർക്കാസമാണോ എന്ന് അറിയാതെ ഇത് മറ്റേ പണ്ട് ഞാൻ ഒരു നോമ്പിന് ഒരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു. അല്ല ഒറിജിനൽ എന്ന് നടന്നതാണെന്ന് തോന്നുന്നു. ഒരു പുള്ളിനെ വിളിച്ചിട്ട് ഞാൻ ഇന്ന് രാവിലെ അറിയാതെ എൻ്റെ വായിൽ എന്താ ഗുബൂസും ആപ്പിളും ഇതൊക്കെ വീണുപോയി, ഞാൻ മറ്റേ നെയ്ച്ചോറും എല്ലാം വീണു, ഞാൻ കുറേ കഴിച്ചു പോയി, അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ നോമ്പ് നോക്കണോ. ഇത് അതേപോലെ അണ്ണൻ കൈ വീശുന്ന സമയത്ത്, അണ്ണൻ ഹെലികോപ്റ്ററാണല്ലോ, ഇടയ്ക്കിടയ്ക്ക് കൈ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കും. ആ വീശുന്ന സമയത്ത് മുഖം കൊണ്ട് ആ ചേച്ചിക്ക് കണ്ടുകൂടെ അണ്ണൻ ഹെലികോപ്റ്റർ അണ്ണൻ. എനിക്കത് വൻ കോമഡി ആയിട്ടാണ് തോന്നിയത്. അങ്ങനെ അറിയാതെ കൊള്ളുന്നതാണ്. എന്താണെന്നറിയോ, നിങ്ങൾക്ക് ദേഷ്യം വരുമായിരിക്കും, നിങ്ങൾക്ക് ഭയങ്കര സംഭവമൊക്കെ ആയിരിക്കും, നിങ്ങൾ ഭയങ്കരനായിരിക്കും. പക്ഷേ നമ്മൾ കൈയെടുത്ത് വീശുമ്പോൾ നമുക്ക് പ്രിയപ്പെട്ട ഒരാൾക്ക് കൊള്ളുന്നുണ്ടോ? നമ്മൾ ആ അണ്ണൻ ഇപ്പോൾ ദേഷ്യം വരുമ്പോൾ കൈയെടുത്ത് വീശുന്നതിന് പകരം ഒരു വാക്കത്തിയാണ് എടുത്ത് വീശുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ കൊണ്ടു കഴിഞ്ഞാലും അയ്യോ അണ്ണൻ അറിയാതെ വീശിയപ്പോൾ കൊണ്ടതല്ലെന്ന് നമുക്ക് ക്ഷമിക്കാൻ പറ്റുമോ? അത് വെട്ടുകേസാവും കൊലക്കേസാവും ഭാവിയിൽ ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റൂല. ഇത് കലിപ്പനും ഗാന്ധാരിയുമാണ്. ഗാന്ധാരി അല്ല, ഗാന്ധാരി. കണ്ണ് കാണാത്ത ഗാന്ധാരി. അതെ. അപ്പോൾ കലിപ്പൻ്റെ കയ്യിൽ കത്തി കിട്ടാത്തടത്തോളം ഇത് വലിയ കുഴപ്പമുണ്ടാവില്ല. കുറച്ച് നീര് വെക്കുമായിരിക്കും, 2 പല്ല് പോവുമായിരിക്കും. അന്നും ചിലപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് പറയും അറിയാതെ അണ്ണൻ കത്തി എടുത്ത് വീശിയപ്പോൾ ഞാൻ എൻ്റെ പെട്ട്. അണ്ണൻ്റെയും കത്തിയുടെയും ഇടയിൽ തീർന്ന ഒരു ജീവിതം. അയ്യോ, അണ്ണൻ്റെ കൈ ഒരു പ്രത്യേകതരം ജീവിതമല്ലേ. അതായത് മറ്റേ വീട്ടിൽ എവിടെയും നടക്കാൻ പറ്റൂല. അണ്ണൻ എപ്പോഴാണ് ദേഷ്യം തീരുകയെന്ന് അറിയില്ല. അപ്പം അണ്ണൻ നടക്കുന്നതിൻ്റെ അണ്ണൻ്റെ കൈയുടെ 1 മീറ്റർ നീളം 1.25 മീറ്റർ നീളം ഉണ്ടെങ്കിൽ അണ്ണൻ്റെ ചുറ്റും വട്ടമൊക്കെ ആയിട്ട് ഒരു കാര്യം ചെയ്താൽ മതി. നിങ്ങൾ വീട്ടിൽ അണ്ണന് മറ്റേ ഇതില്ലല്ലോ, ഈ കുഞ്ഞിപ്പിള്ളേർ ഇങ്ങനെ കറക്കുന്നൊരു സാധനമില്ലേ, റൗണ്ട്, നല്ല പേര്. അപ്പോൾ ആ സാധനം ഒരു 1.5 മീറ്റർ വ്യാസത്തിൽ ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് അണ്ണൻ്റെ അരയിൽ ഫിറ്റ് ചെയ്ത് വെച്ചാൽ മതി. ആ ചുറ്റുവട്ടം നമ്മൾ നിൽക്കണ്ടല്ലോ. നമ്മൾ ഹെൽമെറ്റ് വെക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ അണ്ണൻ അങ്ങനെ ശരിയാണ്. കാണണ്ട പുള്ളീനെ പിടിച്ചോണ്ട് പോയിട്ട് ബോഡി ഗാർഡാക്കുക. നമ്മുടെ ഇസഡ് കാറ്റഗറിയിലൊക്കെ കൊണ്ടുപോയിട്ട് പിടിച്ചോണ്ട് പോകും. ആകുമ്പോൾ ഈസിയാണ്, നാട്ടുകാരുടെ ഇടയിൽ ഇറക്കി വിട്ടാൽ മതി. അല്ല, ഡൊമസ്റ്റിക് വയലൻസിനെ ഇങ്ങനെ ന്യായീകരിക്കുന്ന ഒരാളെ ഞാൻ വേറെ കണ്ടിട്ടില്ല.
കിട്ടിയ തല്ലിനെയൊക്കെ ഇങ്ങനെ ഇത്രയും സ്നേഹത്തോടെ ഓർക്കാൻ പറ്റുക അല്ല അത് പബ്ലിക്കലി വന്ന് വിളിച്ച് പറയുന്നു എന്നുള്ള ഒരു സമ്മതിച്ചിരിക്കുന്നു ഇങ്ങനെ ഇത് അല്ലടാ, നമ്മളിപ്പോ കൈ തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും. സോറി പറയില്ലേ? ഇപ്പൊ നമ്മൾ കൈയെടുക്കുന്നതിന് മുമ്പ് നമ്മൾ അല്ല ഇത് റിപ്പീറ്റ് ഒക്കെ മനസ്സിലായിടത്തോളം റിപ്പീറ്റ് ആയിട്ട് നടക്കുന്ന സംഭവമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനൊക്കെ പറ്റും. പക്ഷെ അതുകൊണ്ട് ഞാനത് പറയാറില്ല. ഇത് കൈയൊക്കെ എടുക്കുക. അല്ല, ഈ ഇന്റർവ്യൂ ചെയ്ത ആൾക്കും വലിയ ധാരണയുണ്ട്. രജനീഷ് ചിരിച്ചോണ്ടിരിക്കും. അല്ല, ഇത് ബേസിക്കലി പ്രശ്നം ഇതാണ്. അടി കിട്ടിയത് എവിടെയോ പറയേണ്ടി വന്നു. അപ്പം അത് അടി കിട്ടിയതാണെന്ന് വെച്ചപ്പോൾ ഈ അടിച്ചതല്ല, കൈവീശിയപ്പോൾ കൊണ്ടതാ. ഭയങ്കരമായി പോയി. എന്തായാലും വളരെ മികച്ചൊരു ഇതാണത് അല്ലേ. അപ്പം നിങ്ങളും വീട്ടിലിങ്ങനെ ദേഷ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ കൈയുടെ നീളത്തിൻ്റെ അളവെടുക്കുക. അതിനുശേഷം വട്ടത്തിലൊരു കൂട് പണിയുക, അരയിൽ വെച്ച് കെട്ടിക്കൊടുക്കുക. മറ്റേ കഥകളി ആർട്ടിസ്റ്റൊക്കെ നടക്കുന്ന പോലെ പുള്ളി ഇങ്ങനെ വീട്ടിൽ അവിടെ ഇവിടെയും തട്ടി നടക്കണ്ടേ. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ കമ്പിയിൽ നിങ്ങൾ കുറച്ച് മറ്റേ എന്താണ് തെങ്ങോലയും കൂടി കെട്ടിയിടുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി നടക്കണ വഴി ക്ലീൻ ആവുകയും ചെയ്യും. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് ഒരുപാട് ഉപകാരം നടക്കുന്ന മറ്റേ ഇതില്ലേ, ഈ മെഷീനിൽ വച്ചിട്ട് പുള്ളി ഇങ്ങനെ നടക്കൂലേ, മറ്റേ റോബോട്ട് ക്ലീനർ എന്ന് പറഞ്ഞാൽ പുള്ളി നടക്കുന്നു. അതാകുമ്പോൾ 2-3 ഗുണമുണ്ട്. അണ്ണൻ്റെ അടിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം, അണ്ണൻ വീട് മുഴുവൻ വൃത്തിയാക്കും. അപ്പോൾ അതും കൂടി നമുക്ക് അടുത്ത ഇൻ്റർവ്യൂവിൽ പറയാൻ പറ്റും. അതെ. എനിവേ തമാശാസ് അപ്പാർട്ട്, ഇങ്ങനെ നിങ്ങൾക്ക് അറിയാതെ തല്ല് കിട്ടുന്നുണ്ടെങ്കിൽ തിരിച്ചറിയുക എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളൊരു കാര്യം. നിങ്ങൾ പറ്റുമെങ്കിൽ അല്ലടാ, ചിലർക്ക് ഇത് ഭയങ്കര കാര്യമാണ്. മറ്റേ പഴയ സിനിമകളിൽ ചില ഡയലോഗ്, ചേട്ടൻ കുടിച്ചിട്ട് വന്ന് 2 അടി അടിച്ചില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരും. ഒരു കപ്പിള് പരസ്യമായിട്ട് വന്ന് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ വന്ന് പറഞ്ഞില്ലേ, ഏട്ടൻ എന്നെ 2 അടി അടിക്കും, ഏട്ടൻ എന്നോട് സ്നേഹം ഉള്ളതുകൊണ്ടാണ് എന്നെ അടിക്കുന്നത്. പിന്നെ അടുക്കളയിലൊക്കെ വന്നിട്ട് എന്തെങ്കിലും കേൾക്കുകയാണെങ്കിൽ അങ്ങനെ കുറിച്ച് നിർത്തി 2 അടിയൊക്കെ അടിക്കും. ന്യായീകരിക്കുന്നവരെ ഞാൻ വിട്ട്. അല്ല, ഈ മറ്റേ 2 കിട്ടിയാലേ നന്നാവൂന്ന് സ്വയം വിശ്വസിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞ അല്ലാതെ കിട്ടുമ്പോൾ അയ്യോ അറിയാതെയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അത് റിപ്പീറ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ, അല്ല ഈ ന്യായീകരണം ഉപയോഗിച്ച് നിങ്ങളെ ആരെങ്കിലും തല്ലുന്നുണ്ടെങ്കിൽ, അയ്യോ ഞാൻ അറിയാതെ കൈവീശിയപ്പോൾ കൊണ്ടതാണ്, പല്ലുപോയതിന് ഞാൻ ഉത്തരവാദിയല്ലേ എന്നൊക്കെ പറയുന്ന 1 പ്രാവശ്യമോ 2 പ്രാവശ്യമൊക്കെ ആയി കഴിയുമ്പോൾ ശരിക്കും ഒന്ന് ചിന്തിക്കണം, അയാൾ കൈപൊക്കുന്നത് അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ എന്ന്. അതെ, ഒന്ന് ചിന്തിക്കുക. ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ആ തടവിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ആലോചിക്കാം അല്ലേ. അതെ, വേദന മാറാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. കുഴമ്പൊക്കെ ഇട്ടിരിക്കുമ്പോൾ ആലോചിച്ച് നോക്കിയിട്ട് തീരുമാനം എടുക്കുക. അപ്പം അണ്ണൻ്റെ അടിയുടെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അതെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. നിങ്ങൾ ഇനി അടുത്ത വീഡിയോസ് ഒക്കെ ഇനി ഒറ്റയ്ക്ക് ചെയ്തോളൂ. ഇടയ്ക്കിടയ്ക്ക് വന്നാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഈ സ്ക്രീൻ പ്രസൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ എല്ലാവരും കൂടെ പറയാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. പറ, ഞാൻ ഈ ചാനലിൽ പറയാല്ലേ. ഈ ചാനലിൽ അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാന്നാളെ ഞാൻ വെറുതെ സബ്സ്ക്രൈബ് ചെയ്തു. സബ്സ്ക്രൈബ് ചെയ്യാം.